ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പം കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഈ ഒരു സീസൺ തുടങ്ങി ഇതൊരു 6-മത്തെ ആഴ്ചയാണ്. 2-3 ആഴ്ചകളായിട്ട് അനുമോളാണ് കുറച്ച് കരച്ചിൽ നാടകവും അല്ലെങ്കിൽ ആ ഒരു പാവയും വെച്ചിട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ടല്ല ഇരിക്കുന്നത്. മറ്റുള്ളവർ തന്നെ ആക്രമിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ കരച്ചിൽ നാടകവും ഒക്കെ ആയിട്ടൊരു സിമ്പതി കണ്ടന്റുകളാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു ആഴ്ചയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിന് തന്നെ അതൊരു ബോറടിച്ചിട്ടാണെന്ന് തോന്നുന്നു. നൈസായിട്ട് അനുമോളെ സൈഡ് ഒതുക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. എന്താണേലും അനുമോളെ സംബന്ധിച്ച് വേറെ പ്രത്യേകിച്ച് കണ്ടന്റുകളോ നിലപാടുകളോ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ടാസ്കിലോ മികച്ചത് എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. മറ്റുള്ളവർ ആക്രമിക്കുന്നു എന്ന് വരുത്തി തീർത്ത് തെറ്റിദ്ധരിപ്പിച്ച് പ്രേക്ഷകർക്കിടയിൽ ഒരു കണ്ടന്റായി മാറുക എന്നത് മാത്രമേ അനുമോളെ സംബന്ധിച്ചുള്ളൂ. എന്നാൽ ഈ ഒരു ആഴ്ചയിലേക്ക് വരുമ്പോൾ നൂറയ്ക്ക് മികച്ച അവസരങ്ങളാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പോലും ലഭിച്ചിരിക്കുന്നത്. വേറൊന്നുമല്ല, കഴിഞ്ഞ ഒരാഴ്ചയിൽ നൂറ പയ്യെ കയറി വരുന്നുണ്ടായിരുന്നു. ആദില നൂറ 2 കണ്ടസ്റ്റന്റ് ആക്കി മാറ്റിയതിൽ പിന്നെ നൂറ അഭിപ്രായങ്ങളും നിലപാടുകളും പറഞ്ഞു മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച ടാസ്കുകളിലെ വിജയങ്ങൾ, കിരീടം ടാസ്കിൽ വിജയിച്ചതോടുകൂടി 3 ആഴ്ചയിലെ നോമിനേഷൻ ഫ്രീ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാൻ പറ്റിയ അവസരം, ആ ഒരു ടാസ്കിലെ മികച്ച പ്രകടനങ്ങളൊക്കെ നൂറ അത്യാവശ്യം ഹൈപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ നൂറയ്ക്ക് ഉണ്ട് താനും. സോ ഈ ഒരാഴ്ച അതും കൂടി കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഈ ഒരു ഫാക്ടറി ടാസ്ക് കൊണ്ടുവന്നപ്പം അത് നൂറയ്ക്ക് കുറച്ച് ഗുണകരമാകത്തക്ക രീതിയിൽ നൂദില എന്ന പേരിട്ട്, ആ ഒരു ഫാക്ടറി ടാസ്കിന് നൂദില ചപ്പൽ ഫാക്ടറി എന്ന് പേരിട്ട് നൂദിലയ്ക്കും ആദിലയ്ക്കും കുറച്ച് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്കൊരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് നൂറയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. നൂറയ്ക്ക് കഴിവുണ്ടെങ്കിൽ നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കി മികച്ച രീതിയിൽ മുന്നോട്ട് കയറി വരാൻ സാധിക്കും ഈ ഒരു ടാസ്കിൽ കൂടെ. അതപ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം. ഓണറായിട്ട് നൂറ തന്നെ ആയതുകൊണ്ട് തന്നെ അപ്പം ഏത് രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നറിയാൻ നമ്മളെല്ലാം കാത്തിരിക്കുക തന്നെയാണ്. അപ്പം അനുമോളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നുമില്ല. ഈ ഒരു പാവയും അല്ലാതെ പ്രത്യേകിച്ച് നാടകങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് പുറത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എല്ലാവർക്കും തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് ആരും അനുമോളുടെ അടുത്തേക്ക് പോകാനോ അനുമോളുടെ അടുത്തേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒരു കണ്ടന്റ് ഉണ്ടാക്കാനോ ആരും ശ്രമിക്കാത്തത് കൊണ്ട് തന്നെ അനുമോള് പയ്യെ സൈഡായി പോയിരിക്കുകയാണ്. ഇനി പുതിയ പുതിയ കണ്ടസ്റ്റന്റുകൾ മുന്നോട്ട് വരാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. പുതിയ കണ്ടന്റുകൾ ഉണ്ടാക്കി പുതിയ രീതിയിൽ അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫെയിമിലേക്ക് വരാനുള്ള അവസരങ്ങളാണ് ബിഗ് ബോസ് ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നൂറയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നുണ്ടെന്ന് എനിക്ക് തോന്നി. നൂറയ്ക്കും ആദിലയ്ക്കും, ആദില ഓൾറെഡി വിക്ഷനിലുണ്ട് ഈ ഒരു ആഴ്ചത്തെ, നൂറയ്ക്ക് ഓൾറെഡി നോമിനേഷൻ ഫ്രീ ഉള്ളത് കൊണ്ടും ആദിലയെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും, അവർ രണ്ടുപേരും നൂറ ഓണറും ആദില തൊഴിലാളികളായിട്ടുള്ളത് കൊണ്ടും ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റോ വാക്ക് തർക്കങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു മറ്റൊരു കണ്ടന്റ് ആയി പോകാനും സാധ്യതയുണ്ട്. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഈ ഒരു ഗെയിമിൽ പല രീതിയിൽ കളിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കണ്ടന്റ് ഉണ്ടാകും, ആർക്കൊക്കെ കയറി വരാൻ സാധിക്കും. ബട്ട് ഇതൊരു ടാസ്കിനെ പ്രോപ്പറായിട്ട് വിലയിരുത്തി ആ ടാസ്കിനെ ടാസ്കിൻ്റെതായിട്ടുള്ള രീതിയിൽ കണ്ടാൽ മാത്രമേ ഈ ഒരു ടാസ്ക് വിജയിക്കത്തുള്ളൂ. ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ച് അട്ടർ ഫ്ലോപ്പാണ്. ആർക്കും ഒരു ടാസ്ക് മനസ്സിലാക്കി ഗെയിം കളിക്കാനുള്ള ബോധമില്ല. അതുകൊണ്ട് എത്രത്തോളം വിജയിക്കുമെന്നൊന്നും അറിയില്ല. നൂറയ്ക്ക് ഒരു അവസരം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. മികച്ച രീതിയിൽ അത് ഈഗോ മാറ്റി വെച്ചിട്ട് ആ ഒരു ടാസ്കിനെ അതിന്റെ രീതിയിൽ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ നൂറയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാനും സീസൺ 7 നല്ലൊരു സ്ട്രോങ് അടിത്തറയിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരമാണ് കിട്ടുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക. നൂറ ഈ ഒരു ടാസ്കിലെ ഓണറായിട്ട് കൊണ്ടുവന്നതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നൂറയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അഭിപ്രായം പറയുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.